ഒരു ഇസ്രായേലി സൈനികരെ കൂടി വധിച്ച് ഹമാസ് പോരാളികൾ. ബന്ദിയായി പിടികൂടാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാസ്റ്റർ സർജന്റ് എബ്രഹാം അസൂലെയാണ് കൊല്ലപ്പെട്ടത്. ഖാൻ യൂനിസിൽ ഇസ്രായേലി സൈനികർക്ക് നേരെ ഹമാസ് പോരാളികൾ നടത്തിയ മിന്നലാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. അബ്രഹാമിനെ ജീവനോടെ പിടികൂടാനായിരുന്നു ശ്രമം. ഹമാസ് യുദ്ധക്കുറ്റം ചെയ്തെന്നാണ് സംഭവത്തിൽ ഇസ്രായേൽ ആരോപിക്കുന്നത്. ഫലസ്തീനികളുടെ സ്വത്തുക്കൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയായിരുന്ന സൈനികനെ തുരങ്കത്തിൽ ഒളിച്ചിരുന്ന ഹമാസ് പോരാളികൾ ലക്ഷ്യം വെക്കുകയായിരുന്നു. വെടിവെച്ച് നിരായുധനാക്കിയ ശേഷം ജീവനോടെ പിടികൂടാനായിരുന്നു ഹമാസിന്റെ പദ്ധതി. ഇതറിഞ്ഞ് കൂടുതൽ ഇസ്രായേലി സൈനികർ രംഗത്ത് വന്നതോടെ സൈനികനെ ഹമാസ് വെടിവെച്ചു കൊല്ലുകയായിരുന്നു. അതേസമയം ഫലസ്തീനികൾ ഇസ്രായേലിൽ നടത്തുന്ന വംശഹത്യാ കൂട്ടക്കൊലകൾക്ക് അന്ത്യമില്ല. നിരാലംബരായ 82 മനുഷ്യരെയാണ് ഇസ്രായേൽ ഇന്ന് പുലർച്ചെ മുതൽ കൊന്നൊടുക്കിയത്. 247 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിവിധ ഭാഗങ്ങളിലായി പരക്കെ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കുന്നത്. ദൈറുൽ ബറയിൽ കുഞ്ഞുങ്ങൾക്കായുള്ള പോഷകാഹാരത്തിനായി വരി നിൽക്കുന്നവർക്ക് നേരെ നടത്തിയ ആക്രമണത്തിലാണ് 15 പേർ കൊല്ലപ്പെട്ടത്. ഇതിൽ 9 കുട്ടികളും 4 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഭക്ഷ്യകേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവരുടെ നേർക്ക് നടന്ന മറ്റ് ആക്രമണങ്ങളിൽ 9 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മെയ് 27-ന് ഭക്ഷ്യകേന്ദ്രങ്ങൾ തുടങ്ങിയതു മുതൽ അവിടങ്ങളിലേക്ക് എത്തുന്നവർക്കെതിരായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം 782ആയി. 5179 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നടന്ന ആക്രമണത്തിൽ 30 പേർക്കെങ്കിലും ഗുരുതരമായ പരിക്കേറ്റെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 19 കുട്ടികളാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. മനസാക്ഷിക്ക് നിരക്കാത്തത് എന്നാണ് ഇസ്രായേൽ ഗസയിൽ തുടരുന്ന ക്രൂരതയ്ക്ക് യുനിസെഫ് ഡയറക്ടർ കാതറിൻ റസൽ വിശേഷിപ്പിച്ചത്. ഗസയിൽ സഹായമെത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുകയാണ് എന്നാണ് അർത്ഥം. പൂർണ്ണമായും പട്ടിണിയിലാണവർ. പോഷകാഹാരക്കുറവ് മൂലം ജീവൻ നഷ്ടമാവുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഗസയിൽ വർദ്ധിക്കുകയാണ് അവർ ചൂണ്ടിക്കാട്ടി. ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരതയെ അപലപിച്ച് ഹമാസും രംഗത്തെത്തിയിരുന്നു. അതേസമയം ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചതോടെ 5 ദിവസങ്ങളിലായി ദോഹയിൽ തുടരുന്ന ഗസ വെടിനിർത്തൽ ചർച്ച വഴിമുട്ടി നിൽക്കുകയാണെന്നാണ് സൂചന. ഹമാസിനെ നിരായുധീകരിച്ചാൽ മാത്രമേ ശാശ്വത യുദ്ധവിരാമം ഉണ്ടാകൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. എന്നാൽ അടുത്ത ആഴ്ചയോടെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും. 6ാം ദിവസമായ ഇന്നും ദോഹയിൽ വെടിനിർത്തൽ ചർച്ച തുടരുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചു. അതിനിടെ UN പ്രത്യേക അന്വേഷക ഫ്രാൻസിസ്ക അൽബനീസിന് വിലക്കേർപ്പെടുത്തിയ US നടപടികൾക്കെതിരെ പ്രതിഷേധം ഉയരുകയാണ്. ഇസ്രായേലിൽ ഗസ നടത്തുന്നത് വംശഹത്യയാണെന്ന് തുറന്നടിച്ചതാണ് വിലക്കിന് കാരണം. UN സംവിധാനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് അമേരിക്കൻ നടപടിയെന്ന് ഐക്യരാഷ്ട്ര സംഘടന കുറ്റപ്പെടുത്തി. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ 57,762 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഔദ്യോഗിക കണക്ക്. 1,37,656 പേർക്കാണ് പരിക്കേറ്റതെന്നും ഗസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണില്ലാ ക്രൂരത തുടരുന്ന ഇസ്രായേൽ. വെടിനിർത്തൽ ചർച്ചകൾ എങ്ങുമെത്താതെ തുടരുന്നു. ഇതിനെതിരെ ശബ്ദിക്കുന്നവർ തീവ്രവാദികളാവുന്നു. നിശബ്ദത കുറ്റകൃത്യമാവുന്നിടത്ത് ശബ്ദമുയർത്തുക എന്നത്